നമ്മുടെ ടാരോട്ട് കാർഡുകൾ വെറുതെ ഭാവി പറയാൻ വേണ്ടി മാത്രമുള്ളതാണോ? അതോ അതിലും ആഴത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളിലേക്ക് തുറക്കുന്നൊരു താക്കോലാണോ അത്? അപ്പോൾ ടാരോട്ടിൻ്റെയും ആൽക്കെമിയുടെയും വളരെ രസകരവും അതേസമയം ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ കഴിവുള്ളതുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു ശക്തമായ ടൂളായി മാറുന്നതെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ടാരോട്ട് ഡെക്ക് ഭാവി പ്രവചിക്കാൻ മാത്രമുള്ള കുറച്ച് കാർഡുകളല്ല, പകരം നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു രഹസ്യ ഭൂപടമാണെങ്കിലോ? ഈയൊരു സാധ്യതയാണ് നമ്മളിന്ന് തേടിപ്പോകുന്നത്. ആൽക്കെമി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിവരുന്നെന്താ? സാധാരണ ലോഹങ്ങളെ സ്വർണമാക്കാൻ ശ്രമിക്കുന്ന പഴയ മന്ത്രവാദികളെപ്പോലുള്ള ആളുകളുടെ ചിത്രമായിരിക്കും അല്ലേ? എന്നാൽ ശരിക്കും അതിനപ്പുറം വളരെ ആഴത്തിലുള്ളൊരു അർത്ഥം അതിനുണ്ട്. നമ്മുടെ വ്യക്തിപരമായ വെല്ലുവിളികളെ, നമ്മുടെ പ്രയാസങ്ങളെ ആത്മീയമായ വിജയങ്ങളാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുന്ന ഒരു പവിത്രമായ കലയാണ് ആൽക്കെമി. ചുരുക്കി പറഞ്ഞാൽ ഉള്ളിലെ ഇരുമ്പിനെ സ്വർണമാക്കുന്ന ഒരു മാനസിക പ്രക്രിയ. അപ്പോൾ ഈ ടാരോട്ടും ആൽക്കെമിയും തമ്മിലുള്ള ബന്ധം അതെവിടെ നിന്നാണ് തുടങ്ങിയത്? അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, അതിന് നല്ല പഴക്കമുണ്ട്. നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. നോക്കൂ, ഇതിൻ്റെ എല്ലാം തുടക്കം 15-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന ഇറ്റലിയിലാണ്. അവിടെ ഹെർമെറ്റിക് ആശയങ്ങളൊക്കെ വീണ്ടും സജീവമാവുന്ന അതേ കാലത്താണ് ടാരോട്ടും വരുന്നത്. പിന്നെ 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഫ്രഞ്ച് നിഗൂഢവാദികൾ ടാരോട്ടിലെ മേജർ അർക്കാനയെ ആൽക്കെമിയിലെ ഗ്രേറ്റ് വർക്ക് അഥവാ മഹത്തായ സൃഷ്ടിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ 20-ാം നൂറ്റാണ്ടിൽ A.E. വെയ്റ്റിനെ പോലുള്ളവർ നമ്മൾ ഇന്ന് കാണുന്ന ടാരോട്ട് ഡെക്കുകൾ ഡിസൈൻ ചെയ്തപ്പോൾ ആൽക്കെമിയിലെ ചിഹ്നങ്ങളൊക്കെ അതിൽ വ്യക്തമായി ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഇത് വെറുമൊരു തോന്നലല്ല, ചരിത്രപരമായൊരു ബന്ധം തന്നെയുണ്ട്. മുകളിലുള്ളതുപോലെ താഴെയും ഹെർമെറ്റിക് തത്വങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശയമാണിത്. സത്യം പറഞ്ഞാൽ ടാരോട്ടിനെയും ആൽക്കെമിയെയും ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു ഫിലോസഫിക്കൽ ഗ്ലൂ ഇതാണ്. എന്താണിതിനർത്ഥം? വളരെ ലളിതമാണ്. വലിയ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്തോ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ ഉള്ളിലും സംഭവിക്കുന്നു. അതുപോലെ നമ്മുടെ ആന്തരിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പുറത്തുള്ള ജീവിതത്തിലും പ്രതിഫലിക്കും. ഈ ഒരാശയമാണ് ഈ രണ്ട് സിസ്റ്റങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആ പാലം. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് സിസ്റ്റങ്ങളും തമ്മിൽ സംസാരിക്കുന്നത്? അവർക്ക് പൊതുവായൊരു പ്രതീകാത്മക ഭാഷയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മൂലകങ്ങളും പിന്നെ ചില അടിസ്ഥാന തത്വങ്ങളും. നമുക്ക് ആ രഹസ്യഭാഷ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഈ 4 മൂലകങ്ങൾ നോക്കൂ. ഇത് ടാരോട്ടിൻ്റെയും ആൽക്കെമിയുടെയും അടിസ്ഥാന ശിലകളാണ്. ടാരോട്ടിലെ വടി അഥവാ വാൻസ് അത് അഗ്നിയാണ്. ആൽക്കെമിയിൽ ഇത് മാറ്റത്തെയും ഊർജ്ജത്തെയും സൂചിപ്പിക്കുന്നു. കപ്പുകൾ അല്ലെങ്കിൽ കപ്സ് അത് ജലമാണ്, നമ്മുടെ വികാരങ്ങളെ ലയിപ്പിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും പോലെ. വാളുകൾ അഥവാ സോഡ്സ് അത് വായുവാണ്, നമ്മുടെ ചിന്തകളെ വേർതിരിക്കുന്നതും വ്യക്തത വരുത്തുന്നതും പോലെ. അവസാനം നാണയങ്ങൾ അല്ലെങ്കിൽ പെൻഡക്കിൾസ് അത് ഭൂമിയാണ്, നമ്മുടെ ആശയങ്ങളെ ഭൗതിക ലോകത്ത് യാഥാർത്ഥ്യമാക്കുന്നതുപോലെ. കണ്ടില്ലേ, ഒരേ ഭാഷയാണ് രണ്ടിടത്തും. മൂലകങ്ങൾ കൂടാതെ ആൽക്കെമിയിൽ മറ്റു 3 പ്രധാന ചേരുവകൾ കൂടിയുണ്ട്: സൾഫർ, മർക്കുറി, പിന്നെ ഉപ്പ്. ഇത് കെമിസ്ട്രി ക്ലാസ്സിലെ പേരുകളായി കാണണ്ട. സൾഫർ എന്നത് നമ്മുടെ ഉള്ളിലെ തീയാണ്, നമ്മുടെ ഇച്ഛാശക്തി, ആത്മാവ്, ആ പുരുഷതത്വം. മർക്കുറി നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ബുദ്ധി, ആ ഒഴുകി നടക്കുന്ന സ്ത്രീതത്വം. ഉപ്പാണ് ശരീരം, യാഥാർത്ഥ്യം, എല്ലാത്തിനെയും ഉറപ്പിച്ചു നിർത്തുന്ന ആ അടിസ്ഥാന തത്വം. ഇവ 3ഉം ശരിയായ അളവിൽ ചേരുമ്പോഴാണ് യഥാർത്ഥ സന്തുലിതാവസ്ഥയുണ്ടാകുന്നത്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു വരുന്ന ഒരു കാർഡ് കാണിച്ചു തരട്ടെ. അതാണ് ദ ലവേഴ്സ് കാർഡ്. ആൽക്കെമിയിൽ ഇതിനെ കെമിക്കൽ വെഡ്ഡിംഗ് അഥവാ രാസപരമായ വിവാഹം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൾഫർ, മെർക്കുറി, ആ പുരുഷ സ്ത്രീ തത്വങ്ങൾ, ആ വിപരീത ശക്തികൾ, അവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ഐക്യം, ഒരു പുതിയ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ചിത്രീകരണമാണിത്. അപ്പോൾ ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, ഇതിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. ആൽക്കെമിയിലെ ആ മഹത്തായ സൃഷ്ടി, ആ ഗ്രേറ്റ് വർക്കുണ്ടല്ലോ, അതൊരു യാത്രയാണ്. ആ യാത്രയുടെ ഓരോ ഘട്ടവും നമ്മുടെ ടാരോട്ടിലെ മേജർ അർക്കാന കാർഡുകൾ എങ്ങനെയാണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മഹത്തായ യാത്രയ്ക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ഓരോന്നിനും ഓരോ നിറവുമുണ്ട്. ഒന്നാമത്തേത് നിഗ്രീഡോ അഥവാ കറുപ്പ്, രണ്ടാമത്തേത് ആൽബിഡോ വെളുപ്പ്, മൂന്നാമത്തേത് സിട്രിനിറ്റാസ് മഞ്ഞ, നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടം റൂബേഡോ ചുവപ്പ്. ഇത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു റോഡ് മാപ്പ് പോലെയാണ്. നമുക്ക് ഈ ഓരോ ഘട്ടത്തിലൂടെയും ഒന്ന് യാത്ര ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം നിഗ്രേഡോ, കറുപ്പ് നിറം. ഇതിനെ പലപ്പോഴും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലെ നിഴലുകളെ, നമ്മുടെ ഭയങ്ങളെ,
നമ്മുടെ പരിമിതികളെയൊക്കെ നമ്മൾ മുഖാമുഖം കാണുന്ന ഒരു സമയമാണിത്. എല്ലാം തകർന്നതുപോലെ, വഴിമുട്ടിയതുപോലെ തോന്നുന്നൊരു ഘട്ടം. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്, സംശയമില്ല. പക്ഷേ ഏതൊരു വലിയ നിർമ്മിതിക്കും പഴയതൊക്കെ പൊളിച്ചു മാറ്റണമല്ലോ, അതുപോലൊരു തുടക്കമാണിത്. ഈ നിഗ്രേഡോ ഘട്ടത്തിൽ സാധാരണയായി വരുന്ന ചില കാർഡുകൾ നോക്കൂ. ദി ഹാങ്ഡ് മാൻ. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് മനസ്സിലാക്കി കീഴടങ്ങുന്ന അവസ്ഥ. ഡെത്ത് കാർഡ്. പഴയതൊക്കെ അവസാനിച്ചാലേ പുതിയൊന്നു തുടങ്ങാനാവൂ എന്ന സത്യം. ദി ഡെവിൾ. നമ്മളെ പിന്നോട്ടു വലിക്കുന്ന ഭൗതികമായ ബന്ധനങ്ങളെയും തെറ്റായ ശീലങ്ങളെയും തിരിച്ചറിയുന്നത്. പിന്നെ ദി ടവർ. നമ്മൾ കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകളുടെ കോട്ടകൾ തകർന്നടിയുമ്പോൾ കണ്ടില്ലേ, എല്ലാം ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം, ആൽബിഡോ, വെളുപ്പ് നിറം. ആ നിഗ്രേഡോയുടെ ഇരുട്ടിൽ നിന്ന് നമ്മൾ പുറത്തുവരുന്ന സമയമാണിത്. പൊടിയും ചെളിയുമെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധിയാകുന്നതുപോലെ കാര്യങ്ങൾക്ക് പതിയെ ഒരു വ്യക്തത വരാൻ തുടങ്ങും. ഇരുണ്ട രാത്രി കഴിഞ്ഞ് പുലരിയുടെ ആദ്യത്തെ വെട്ടം വീഴുന്നതുപോലെയുള്ള ഒരു ഘട്ടമാണിത്. ഈ ഘട്ടത്തിലെ പ്രധാന കാർഡുകളാണ് ദി സ്റ്റാർ, ദി മൂൺ എന്നിവ. ദി സ്റ്റാർ കാർഡ് ആ ഇരുണ്ട കാലത്തിന് ശേഷമുള്ള പ്രതീക്ഷയുടെയും ശാന്തതയുടെയും പ്രതീകമാണ്. മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങുന്നു. അതേസമയം ദി മൂൺ കാർഡ് അപ്പോഴും നിലനിൽക്കുന്ന ചില അവ്യക്തതകളെയും മിഥ്യാധാരണകളെയും കാണിക്കുന്നു. പക്ഷേ ആ അവ്യക്തതകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നേടാനാവൂ. മൂന്നാമത്തെ ഘട്ടം, സിട്രിനിറ്റാസ്, മഞ്ഞ നിറം. ഇതിനെ ആത്മീയമായ സൂര്യോദയമെന്നു വിളിക്കാം. ആൽബിഡോയിൽ കണ്ടത് പുലരിയുടെ ആദ്യ വെളിച്ചമാണെങ്കിൽ ഇവിടെ നമ്മുടെ ഉള്ളിലെ സൂര്യൻ തന്നെ ഉദിച്ചുയരുകയാണ്. ജ്ഞാനത്തിന്റെ, ബോധോദയത്തിന്റെ പ്രകാശം നമ്മളിൽ നിറയുന്നൊരു ഘട്ടമാണിത്. ഈ ഘട്ടത്തിലെ പ്രധാന കാർഡുകൾ നോക്കൂ. ദി സൺ, ജഡ്ജ്മെന്റ്. ദി സൺ കാർഡ് ആ പേര് പോലെ തന്നെ പൂർണ്ണമായ പ്രകാശത്തെയും സന്തോഷത്തെയും വ്യക്തതയെയും പ്രതിനിധീകരിക്കുന്നു. പിന്നെ ജഡ്ജ്മെന്റ് കാർഡ്, അതൊരു ഉയിർത്തെഴുന്നേൽപ്പാണ്. പഴയ ഞാൻ മരിച്ച് കൂടുതൽ അറിവും ബോധവുമുള്ള ഒരു പുതിയ ഞാൻ ഉയിർത്തെഴുന്നേൽക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4 ഘടകങ്ങൾക്കും ഇപ്പോൾ ആനിമ മുണ്ടിക്കു ചുറ്റും സ്ഥാനം പിടിക്കാം. ലോകത്തെ സൃഷ്ടിക്കാൻ എന്താണിതിനർത്ഥം? നമ്മൾ ആദ്യം സംസാരിച്ച ആ 4 മൂലകങ്ങളുണ്ടല്ലോ, അഗ്നി, ജലം, വായു, ഭൂമി, അവയെല്ലാം ഇപ്പോൾ ശരിയായ സ്ഥാനത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഒരു പുതിയ ലോകം, ഒരു പുതിയ നമ്മളെ സൃഷ്ടിക്കാൻ. ഇത് നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലെത്തി. റൂബേഡോ, ചുവപ്പ് നിറം. ഇതാണ് ആൽക്കെമിയിലെ മഹത്തായ സൃഷ്ടിയുടെ വിജയം. എല്ലാ പരിവർത്തനങ്ങളും പൂർത്തിയായി. നമ്മൾ സമഗ്രതയും പൂർണ്ണതയും കൈവരിക്കുന്ന നിമിഷം. ആൽക്കെമിസ്റ്റുകൾ തേടി നടന്ന ആ ഫിലോസഫേഴ്സ് സ്റ്റോൺ ബാഹ്യമായ എന്തുവൊന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണിത്. ഈ റൂബേഡോ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ കാർഡേയുള്ളൂ. അതാണ് ദി വേൾഡ്, മേജർ അർക്കാനയിലെ അവസാനത്തെ കാർഡ്. ഈ യാത്രയുടെ വിജയകരമായ പൂർത്തീകരണമാണിത്. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ, പക്ഷേ കൂടുതൽ അറിവോടും പൂർണ്ണതയോടും കൂടി തിരിച്ചെത്തിയിരിക്കുന്നു. ജീവിതത്തിലെ ഒരു വലിയ ഘട്ടം പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയും ആനന്ദവുമാണ് ഈ കാർഡ്. ഓക്കെ, അപ്പം നമ്മൾ ഈ തിയറിയൊക്കെ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെ പ്രായോഗികമായി നമ്മുടെ ടാരോട്ട് റീഡിംഗിൽ ഉപയോഗിക്കാം. നമ്മുടെ ഉള്ളിലെ സ്വർണം കണ്ടെത്താൻ സഹായിക്കുന്ന ചില റീഡിംഗ് രീതികൾ നോക്കാം. വളരെ ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു ത്രികോണ സ്പ്രെഡാണിത്. നമ്മൾ നേരത്തെ പഠിച്ച ആ സൾഫർ, മെർക്കുറി, ഉപ്പ് തത്വങ്ങൾ ഓർമ്മയില്ലേ? അതുപയോഗിച്ചാണ് ഈ റീഡിംഗ്. മുകളിലിടുന്ന ആദ്യത്തെ കാർഡ് സൾഫറാണ്. അത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ, നിങ്ങളുടെ ആഗ്രഹത്തെ കാണിക്കുന്നു. ഇടതുവശത്തെ കാർഡ് മെർക്കുറിയാണ്, നിങ്ങളുടെ ചിന്തകളെയും പ്ലാനുകളെയും കാണിക്കുന്നു. വലതുവശത്തെ കാർഡ് ഉപ്പാണ്. ഇത് നിങ്ങളുടെ ഭൗതിക ലോകത്ത് എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് കാണിക്കുന്നു. ഈ മൂന്നും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടോ, അതോ എവിടെയെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് കണ്ടെത്താൻ ഈ സ്പ്രെഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആത്യന്തികമായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നിഴലുകളെ, നമ്മുടെ പ്രയാസങ്ങളെ ഓരോ ടാരറ്റ് റീഡിങ്ങിലൂടെയും തിരിച്ചറിഞ്ഞ് അതിനെ സ്വർണമാക്കി മാറ്റുകയാണ്. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നൊരു യഥാർത്ഥ ആൽക്കമി. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ മഹത്തായ സൃഷ്ടി, ഈ ഗ്രേറ്റ് വർക്ക് ഒരിക്കലും പൂർണ്ണമായി അവസാനിക്കുന്നില്ല. അതൊരു തുടർയാത്രയാണ്. ജീവിതം പുതിയ വെല്ലുവിളികളും പാഠങ്ങളും തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഭയക്കേണ്ടതില്ല, കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ ആൽക്കമിസ്റ്റ് എപ്പോഴും ഉണർന്നിരിപ്പുണ്ട്. ഇനി അടുത്ത തവണ നിങ്ങൾ ആ ടാറോട്ട് ഡെക്ക് തയ്യിലെടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഭാവി പ്രവചിക്കുകയല്ല, നിങ്ങളുടെ ആത്മാവിന്റെ പരീക്ഷണശാലയിൽ സ്വർണമുണ്ടാക്കുകയാണ്.